മുൻ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ സി.ആർ. രാധാകൃഷ്ണനിലേക്കാണ് പോകുന്നത്. ശ്രീ സി.ആർ. രാധാകൃഷ്ണൻ, ഈ നമ്മൾ തുടക്കം മുതൽ ഈ ചർച്ചയുടെ ഭാഗമായി പലവട്ടം ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2025 ഇത്തരത്തിൽ ഈ പാളികൾ ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ട് ചെന്നൈയിലേക്ക് പോയപ്പോൾ തന്നെ വളരെ കൃത്യമായി പ്രശാന്തിൻ്റെ ഒരു ഇടപെടലിനെ കുറിച്ചുള്ള സംശയം അന്ന് സാർ പങ്കുവച്ചിരുന്നു. വളരെ കൃത്യമായി 2019 ആ കൊള്ള മറയ്ക്കാൻ വേണ്ടി, അത് മാത്രവുമല്ല 2019 ഇങ്ങനെ കിലോ കണക്കിന് സ്വർണം അടിച്ചു മാറ്റാമെങ്കിൽ തനിക്ക് എന്തുകൊണ്ട് ആയിക്കൂടാ എന്നുള്ള ഒരു ക്രിമിനൽ ചിന്ത PS പ്രശാന്തിൽ അന്ന് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളൊക്കെ നൽകുന്ന സൂചനകളും അതുപോലെയാണ്. അപ്പോൾ ഇതുവരെ ഈ ഭരണത്തിൻ്റെ തണലിൽ നിന്നുകൊണ്ട് ആ അറസ്റ്റ് ഇതുവരെ നീട്ടിക്കൊണ്ടുപോകാൻ PS പ്രശാന്തിനായി. പക്ഷേ ഗത്യന്തരമില്ലാതെ SITക്ക് PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഇപ്പോൾ വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് അന്നത്തെ സംഭവങ്ങളെ അങ്ങ് ഓർമ്മിച്ചെടുക്കുന്നത്? എനിക്ക് മുമ്പ് സംസാരിച്ചിരുന്ന നമ്മുടെ വക്കീല് അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഈ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും മെമ്പറും ആവാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ചെറിയ കാര്യങ്ങളൊന്നുമല്ല. ഇപ്പോൾ 35,000 രൂപയാണ് ഹോണറേറിയം. അതുപോലെ തന്നെ വീട്ടു വാടക അതൊക്കെ ബലമായി എഴുതിയെടുക്കുന്നുണ്ട്. 1,00,000 ചില്ലുവാൻ രൂപ TA, 1,00,000, എനിക്ക് തോന്നുന്നു 1,07,000 രൂപയാണെന്ന് തോന്നുന്നു, സ്പെഷ്യൽ TA യും 40 ലക്ഷം രൂപയുടെ ഇന്നോവ ക്രിസ്റ്റ കാർ ബ്രാൻഡ് ന്യൂ വന്നാൽ ഉടൻ വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീട്ടിലെ തോട്ടക്കാരനെ നിയമിക്കുന്നുണ്ട്. വീട്ടിലെ വാടകയ്ക്കെടുക്കുന്ന വീട്ടിലെ സർവ്വ ഫർണിച്ചറുകളും എല്ലാ സൗകര്യങ്ങളും TV, ഫ്രിഡ്ജ് തുടങ്ങിയ സാധനങ്ങളെല്ലാം ദേവസ്വം ഫണ്ടിൽ നിന്ന് വാങ്ങുന്നുണ്ട്. ഇത് ടെന്യൂവർ കഴിഞ്ഞു പോകുമ്പോൾ ഒരു ചെറിയ പ്രൈസ് ഇട്ട് ഇവർ തന്നെ എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഭാഗത്ത് വലിയൊരു കൊള്ള അവർ നടത്തുന്നുണ്ട്. ഇത് ഇപ്പോഴല്ല, പല ആളുകളും നടത്തിയിട്ടുമുണ്ട്. അപ്പോൾ അത് ആകർഷകമായ മറ്റു കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ വന്നു, ഇവിടെ അദ്ദേഹം പറയുന്ന അദ്ദേഹം നിരപരാധിയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞു അദ്ദേഹം നിരപരാധിയല്ല. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ വന്ന വാസ്തവത്തിൽ നമ്മുടെ പഴയ കാലം മുതൽ ഇങ്ങോട്ട് ബോർഡ് പ്രസിഡൻറ്റും അംഗങ്ങളുടെയും ഒരു സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരാളായി ഇവിടെ നിയമിക്കണമായിരുന്നു എന്ന് നമ്മൾ സന്ദേഹിച്ചു പോകുന്ന ചില അവസരങ്ങളുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് എന്ന ക്യാബിനറ്റ് റാങ്കാണ്. അവരുടെ യാത്രപ്പടിയൊക്കെ മിനിസ്റ്ററുടെ റേറ്റിലാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ അദ്ദേഹം വന്നു 2025 അദ്ദേഹം ഇത് രണ്ടാമത് എടുത്തു കൊടുത്തതെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് കേരള ഹൈക്കോടതി ഒരു ഉത്തരവ് വന്നു 2023 ഇനി ഇമാതിരി, കാരണം 2022 ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി. അയ്യപ്പൻ്റെ രുദ്രാക്ഷമാലയോ വടിയോ ഒക്കെ അവിടെ വെച്ച് ചെയ്തപ്പോൾ കോടതിയെ സമയം അറിയിച്ചില്ല എന്ന് പറഞ്ഞ് കോടതി പറഞ്ഞു ഇനി ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ കോടതിയുടെ മുൻകൂട്ടി പെർമിഷൻ എടുക്കണം. ഒരു ഉത്തരവ് 2023 പുറപ്പെടുവിച്ചു. അപ്പോൾ ഇത് സംബന്ധിച്ച് ഇപ്പോഴത്തെ തിരുവാഭരണ സ്പെഷ്യൽ ഓഫീസർ റിപ്പോർട്ട് എഴുതിയപ്പോൾ ആദ്യം തന്നെ അത് സൂചിപ്പിച്ചു. ആ ഉത്തരവ് സൂചിപ്പിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞത് മദ്രാസിലേക്ക് ഇത് 40 വർഷത്തെ വാറണ്ടിയുള്ള സാധനമാണ്, പക്ഷേ ഇത് കൊണ്ടുപോകുന്നത് സംബന്ധിച്ച് ലീഗൽ ഒപ്പീനിയൻ ലാ ഓഫീസറുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ട് എഴുതിയത്. അത് അങ്ങനെ ആലോചിച്ചിരുന്നെങ്കിൽ ഈ ജഡ്ജ്മെൻറ്റ് കാണുമായിരുന്നു. അവിടെ ഒരു ജില്ലാ ജഡ്ജ്, റിട്ടയർ ചെയ്ത ജില്ലാ ജഡ്ജുണ്ട്, 2-3 ലാ ഗ്രാജുവേറ്റ്സ് ലീഗൽ അസിസ്റ്റൻറ്റുമാരുണ്ട്, അവർ തസ്തികയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എറണാകുളത്ത് 3-4 വക്കീലുമാരുണ്ട്. ഈ ജഡ്ജ്മെൻറ്റ് അറിഞ്ഞുകൂടാന്നാണ് ബഹുമാനപ്പെട്ട PS പ്രശാന്ത് ഇപ്പോൾ പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിനൊരു തെറ്റ് പറ്റി. ഈ 2023 ജഡ്ജ്മെൻറ്റ് അതിന് അറ്റൻഡ് ചെയ്ത വക്കീലിന് വലിയ തുക ഫീസ് കൊടുത്തിട്ടുണ്ട് ദേവസ്വം ബോർഡിൽ അദ്ദേഹത്തിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ച്. ആ പണം എഴുതി കൊടുത്ത ആൾ ആ ജഡ്ജ്മെൻറ്റ് കണ്ടില്ലെന്ന് പറഞ്ഞാൽ എന്തൊരു വിരോധാഭാസമാണ്. എറണാകുളത്തെ ഈ കേസിൽ അറ്റൻഡ് ചെയ്ത ദേവസ്വം ബോർഡിൻ്റെ കൗൺസിലിന് അവരുടെ രസീത് അനുസരിച്ച് അവർക്ക് പേയ്മെൻറ്റ് കൊടുത്തു ദേവസ്വം ബോർഡ്. പക്ഷേ ആ ബോർഡ് ആ ഉത്തരവ് കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അതാണ് പറഞ്ഞത്, ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുമാത്രമല്ല, വേണ്ടത്ര അറിവില്ലാതെ ഇവരെയൊക്കെ നിയമിക്കപ്പെടുമ്പോൾ, ഇവർ നിയമിച്ച് ഈ സ്ഥാപനത്തിൽ ചുമതലയേൽക്കുമ്പോൾ അവരെ ഈ സ്ഥാപനത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളെങ്കിലും ഒന്ന് വായിക്കാതിരിക്കുക. അതിൻ്റെ ഫലം എന്താണ്?
ഇത്തരത്തിലുള്ള തോന്നിയ പ്രവർത്തനങ്ങൾ ചെയ്യും. പലപ്പോഴും നമ്മൾ ആളുകൾ ഉപദേശിക്കും ഇത് ചെയ്യരുത്. അല്ല, ഞങ്ങൾക്ക് പരമാധികാരമുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് പരമാധികാരമുണ്ട്, എന്തും ചെയ്യാം. ഇപ്പോൾ എന്തും ചെയ്ത് 4-5 പ്രസിഡൻറ്റുമാരകത്തായി. അപ്പോൾ ഇത് യഥാകാലം അവരോട് പറഞ്ഞാൽ അവരുടെ തലയിൽ കയറത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ മെനിഞ്ഞാന്നോ വേറെ ആരാണ്ടോ പറയുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഗസ്റ്റ് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ജയചന്ദ്രൻ സാറ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ വന്നോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അദ്ദേഹം വരും. അദ്ദേഹം പറയുന്നത് ഈ പ്രശാന്ത് ഒരു വലിയ പാവമാണ്, അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്യില്ല എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ശരിയല്ല, അദ്ദേഹം ചെയ്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട്. അദ്ദേഹം ഈ സ്ഥാപനത്തിന് വലിയ നഷ്ടം വരുത്തിയ ഒത്തിരി സംഭവങ്ങളുണ്ട്. ഒരു അപ്രാപ്തനായ, യാതൊരു നിയമങ്ങളും അനുശാസിക്കാത്ത, നിയമങ്ങളെ കാറ്റിൽ പറത്തിയ ഒരു ബോർഡ് പ്രസിഡൻ്റായിരുന്നു, ഭരണാധികാരി എന്ന് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. കാരണം ഒന്ന്, ദേവസ്വം ബോർഡിൻ്റെ ഒരു ചീഫ് എഞ്ചിനീയർ കള്ള ബില്ലുകൾ എഴുതി പണം കൈപ്പറ്റിയ ഒരു കേസ് വന്നു. ഇദ്ദേഹത്തിൻ്റെ മുൻഗാമി ശ്രീമാൻ അനന്തഗോപൻ അവർ അയാളെ സസ്പെൻഡ് ചെയ്തു. ഈ പ്രസിഡൻറ്റും ഈ മെമ്പർ, ഇന്ന് അറസ്റ്റിലായ മെമ്പറും ചേർന്ന് എന്താണ് അതിൻ്റെ പിന്നിലെ ചേതോവികാരം എനിക്കെന്നറിയില്ല, അയാളെ തിരിച്ചെടുക്കുകയും എക്സോണറേറ്റ് ചെയ്യുകയും ചെയ്തു. ഇത് വെറുതെ നടക്കുന്ന കാര്യമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ കാലത്ത് ശബരിമല കണ്ടെയ്നർ മേടിച്ച കാര്യമായാലും ഏത് കാര്യമല്ല. കാരണം രാജ്യത്ത് ബഡ്ജറ്റിൽ, സംസ്ഥാന ബഡ്ജറ്റിൽ ഈ പ്ലാസ്റ്റിക്കിനും എക്കോ ഫ്രണ്ട്ലി കണ്ടെയ്നറിനും ടാക്സ് കുറച്ചു, 15% നിന്ന് 4%. പക്ഷേ ആ സമയത്ത് ദേവസ്വം ബോർഡിലെ ഈ എക്കോ ഫ്രണ്ട്ലി കണ്ടെയ്നറിൻ്റെ വില, ഈ ലിഡല്ല, ലിഡ് വേറെയാണ്, ആ വില 6 രൂപയിൽ നിന്ന് 8 രൂപ ചില്ലറയായി. ഇതുപോലുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ കാലത്ത്. ഇത് അവസാനമായിട്ട് ഇവിടെ ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട്. ഈ മാർച്ച് മാസം 6-ാം തീയതി 2024 പുറപ്പെടുവിച്ച സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജ്മെൻറ്റാണ്. ഈ ജഡ്ജ്മെൻറ്റിന് ആധാരമായ ഒരു കാര്യം, ഈ 2021-22 നമ്മൾ ഈ അരവണ നിർമ്മിക്കാൻ ഏലക്ക വാങ്ങിച്ചു. ഏലക്ക സപ്ലൈ ചെയ്തവൻ്റെ പരിശോധനയിൽ 2 പേരുടെ ബിഡ് തള്ളിപ്പോയി. ഇതിലൊരാൾ കൊണ്ടുവന്ന് കോടതിയിലൊരു കേസ് കൊടുത്തു. ഈ ശബരിമല 2023 ആദ്യം പ്രിപ്പയർ ചെയ്ത അരവണ വിഷാംശമുള്ളതാണ്, പരിശോധിക്കണം. കോടതി പറഞ്ഞു പരിശോധിക്കും. അത് സ്റ്റേറ്റിലെ എന്തോ ഒരു ഫുഡ് സേഫ്റ്റി അതോറിറ്റി പരിശോധിച്ചു, ഇത് കണ്ടാമിനേഷൻ ഉണ്ടെന്ന് എഴുതി കൊടുത്തു. ഇതെല്ലാം കൂടെ എഴുതിയപ്പോൾ ബഹുമാനപ്പെട്ട കോടതി, കേരള ഹൈക്കോടതി, ഇതിൻ്റെ സ്റ്റോക്ക് മാറ്റിവെക്കാനും വിൽപ്പന നിർത്താനും പറഞ്ഞു. ബോർഡ് വലിയ ധർമ്മസങ്കടത്തിലായി. അന്ന് ബോർഡ് പിന്നീട് ഈ ഏലക്ക ചേർക്കാതെ അരവണ ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ ബോർഡ് സുപ്രീം കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്തു, ഇതൊന്ന് പരിശോധിക്കണം, ഇത് ഏതെങ്കിലും ഒരു നല്ല ഏജൻസിയെ കൊണ്ട് പരിശോധിക്കണം. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അത് ഫുഡ് സേഫ്റ്റി പിന്നെ സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ അവരെ കൊണ്ട് പരിശോധിപ്പിച്ചു. ആ റിപ്പോർട്ട് വന്നത് വളരെ വിചിത്രമാണ്. ഇത് എഡിബിളാണ്, ഇതിനൊരു പ്രശ്നവുമില്ല. പക്ഷേ ആ റിപ്പോർട്ട് വന്നപ്പോൾ ഈ പെറ്റീഷണറെയും കോടതിയെയും വിമർശിച്ചിട്ടുണ്ട്. കോടതി ഇത് എടുക്കരുതായിരുന്നു, ഇങ്ങനെ ഒരു കോൺട്രാക്ടർ കൊടുത്ത ഒരു പെറ്റീഷൻ അന്നേ തള്ളേണ്ടതായിരുന്നു, എറർ പറ്റിയിട്ടുണ്ടെന്ന് ജഡ്ജ്മെൻറ്റ് പറയുന്നു. ഇതനുസരിച്ച് പഴയ ബോർഡ് ഒരു തീരുമാനമെടുത്തു. ഇത് 6,65,150 കണ്ടെയ്നറുണ്ട്, ഫിൽഡ് കണ്ടെയ്നർ മാറ്റിവെച്ചത്. ഈ ബോർഡിന് ഒരെണ്ണത്തിന് 100 രൂപ വിലയാണ്. 7 കോടിയോളം, 6 കോടി ചില്ലറ, 7 കോടിയോളം രൂപയുടെ ലോസാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ മുൻ ബോർഡ് ഒരു തീരുമാനമെടുത്തു, ഈ പെറ്റീഷണറിൽ നിന്ന് കോമ്പൻസേഷൻ, പെറ്റീഷണറും ഈ പരിശോധനാ ഏജൻസിയിൽ നിന്നും കോമ്പൻസേഷൻ ഈടാക്കുന്നതിന് കേസെടുക്കണം എഴുതി വെച്ചു. എന്തുകൊണ്ടാണ് ഈ ബഹുമാനപ്പെട്ട പ്രശാന്തൻ്റെ ബോർഡ് ആ നടപടി എടുക്കാതെ ഇന്നും പാത്തുവെച്ചത്? എന്തിനാണ് എന്തുകൊണ്ടത് ചലഞ്ച് ചെയ്തില്ല? അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കണം. അതുമാത്രമല്ല, ഈ കണ്ടെയ്നർ ഈ അപ്പോഴത്തേക്ക് ഷെൽഫ് ലൈഫ് കഴിഞ്ഞു. അപ്പോൾ ഇതിനി അടുത്ത വർഷം വിതരണം ചെയ്യണമെന്ന് ബോർഡ് സ്വമേധയാ തീരുമാനിച്ചു. ഇത് ഒരു മീൻ വളർത്തുന്ന ഒരു കർഷകൻ 65 ലക്ഷം രൂപ കൊടുത്ത് എടുത്തോളാമെന്ന് പറഞ്ഞു. അത് റിജക്റ്റ് ചെയ്തു. 1,38,00,000 രൂപയ്ക്ക് കുഴിച്ചു മൂടാൻ ഒരാൾക്ക് കൊടുത്തു ഈ ബോർഡ്. അതിൻ്റെ ചേതോവികാരം എന്താണ്? ഇമാതിരി കാര്യങ്ങളാണ് ഇവരുടെ കാലത്ത് ബോർഡ് കാലത്ത് നടന്ന പ്രവൃത്തികളിൽപ്പെട്ടത്. അപ്പോൾ ഇത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ
ഈ ശബരിമല ഈ സ്വർണ്ണപ്പാളി മാത്രം പോരാ. ഈ കഴിഞ്ഞ 7-8 ബോർഡിൻ്റെ കാലത്ത് ഈ ബോർഡുകൾ നടത്തിയ പ്രവർത്തനങ്ങൾ ഇവിടെ ഹിന്ദു ധർമ്മസ്ഥാപന നിയമം വ്യതിചലിച്ചുകൊണ്ട് ഈ സാധുക്കളായ ദേവകളുടെ പണം നഷ്ടപ്പെടുത്തിയെ സംബന്ധിച്ച് വിശദമായൊരു അന്വേഷണം വേറെ നടത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഈ SIT വരുന്ന ഇതൊന്നുമല്ല, കഴിഞ്ഞ 10 വർഷം വന്ന ബോർഡുകൾ. കാരണം ഇത് മൈനറാണ്. ഈ ദേവകൾ ഈ മൈനറുടെ സ്വത്തുകൾ അന്യാധീനപ്പെടുത്താനോ നഷ്ടപ്പെടുത്താനോ ഈ ബോർഡുകാർക്ക് അധികാരമില്ല. അങ്ങനെ നഷ്ടപ്പെടുത്തിയാൽ ഇവരെ സർചാർജ് ചെയ്യാൻ ഈ ധർമ്മസ്ഥാപന നിയമത്തിൽ വ്യക്തമായ നിയമങ്ങളുമുണ്ട്. തീർച്ചയായിട്ടും ഇവിടെയല്ല. അപ്പോൾ ഇവിടെ ഈ പറയുന്ന പുണ്യവാനായ ബോർഡ് പ്രസിഡന്റ് ഈ പ്രശാന്തിൻ്റെ കേസ് കൊടുക്കാതിരുന്നത് മൂലം വന്ന നഷ്ടം 7 കോടി ചില്ലറയാണ്. 1,38,00,000 കുഴിച്ചുമൂടാൻ കൊടുത്ത് വേറെ. ഇപ്പം നമുക്കറിയാമല്ലോ, പമ്പാ സംഗമത്തിന് 8 കോടി. നമ്മളൊക്കെ ഇത് വെള്ളരിക്കപ്പെട്ടണമാണ്. ഇത് കോടികൾക്കൊന്നും ഒരു വിലയില്ല. ഇതുപോലെയാണ് ഇവരുടെ ധൂർത്തും. യാതൊരു തരത്തിലുള്ള ന്യായീകരണവുമില്ലാത്ത പ്രവർത്തനമാണ്.